വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. എനിക്കായി മരക്കുരിശിൽ ജീവയാഗം ആയവനേ, എനിക്കായി മരക്കുരിശിൽ ജീവയാഗം ആയവനേ, നിനക്കായി ഞാൻ എന്തു നൽകും എൻ്റെ യേശുരക്ഷകനേ, നിനക്കായി ഞാൻ എന്തു നൽകും എൻ്റെ യേശുരക്ഷകനേ. മഹാപാപി ഞാനെങ്കിലും എത്രയേറെ സ്നേഹിച്ചു നീ, എന്നെ തേടി ഭൂവിൽ വന്നു, കൃപയാൽ വീണ്ടെടുത്തു. മഹാപാപി ഞാനെങ്കിലും എത്രയേറെ സ്നേഹിച്ചു നീ, എന്നെ തേടി ഭൂവിൽ വന്നു, കൃപയാൽ വീണ്ടെടുത്തു. ഇനി ഞാൻ നിൻവക, നീ എൻ്റെ സ്വന്തം, നിന്റെ സ്നേഹം മാത്രം മതി. ഇനി ഞാൻ നിൻവക, നീ എൻ്റെ സ്വന്തം, നിന്റെ സ്നേഹം മാത്രം മതി. എനിക്കായി മരക്കുരിശിൽ ജീവയാഗം ആയവനേ, നിനക്കായി ഞാൻ എന്തു നൽകും എൻ്റെ യേശുരക്ഷകനേ, നിനക്കായി ഞാൻ എന്തു നൽകും എൻ്റെ യേശുരക്ഷകനേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസം കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ദൈവവചനത്തിന് മുമ്പാകെ നമുക്കെല്ലാവർക്കും ആയിരിക്കാൻ കർത്താവ് തന്ന അതിമനോഹരമായൊരു ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. അതിമനോഹരമായ സമയങ്ങളെന്ന് പറയാൻ കാരണമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുന്ന 2-3 പേർ മതി. ഒരു ഹൃദയമുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്നതായ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കാരണം കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്, ഞാൻ അവരുടെ മധ്യത്തിൽ വരുമെന്ന്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടി തുടങ്ങുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ അരികിൽ കിട്ടുന്നതായി ഈ ദൈവ സാന്നിധ്യത്തെ മനോഹരമായ ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കിയിട്ട് ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, നാം തന്നെത്താനിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കിട്ടും, ദൈവ കൃപ കിട്ടും, കണ്ണുനീര് കിട്ടും, എല്ലാം ശരിയാണ്. പക്ഷേ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്നതായ അനുഗ്രഹീതമായൊരു സാന്നിധ്യമുണ്ട്. മാത്രമല്ല, ദൈവമക്കൾ ഒരുമിച്ചൊരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചാൽ അതിൽ കർത്താവ്, നമ്മുടെ അനുഭവം പറഞ്ഞാൽ, എണ്ണി പറഞ്ഞാൽ എത്ര വർണ്ണിച്ചാലും തീരാത്ത രീതിയിൽ ദൈവം നമ്മെ ഈ ദിവസം വരെ നടത്തിയിട്ടുണ്ട്. പാട്ടുകാരൻ പാടുന്നത് പോലെ, എണ്ണി സ്തുതിക്കുവാൻ എനിക്ക് നാവുകൾ പോരാ, എണ്ണി വർണ്ണിക്കുവാൻ എനിക്ക് നാവുകൾ പോരാ. പ്രിയപ്പെട്ടവരെ, നാം ധാരാളം കേട്ടിട്ടുണ്ടല്ലോ, കൗണ്ട് ദ പ്ലസ് പോയിന്റ്സ് എന്ന്. നാം
ദൈവം നമുക്ക് ചെയ്ത നന്മകൾ എന്നും ഓർക്കുന്നവരായിരിക്കണം. ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്ന് നാം ഓർക്കുന്നവരായിരിക്കണം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പണ്ട് ഏലിയാവ് എലീശയോട് പറഞ്ഞത് നാം എന്നും ഓർക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവ സന്നിധിയിലേക്ക് ദൈവവചനത്തിന് മുമ്പാകെ കൊണ്ടുവരുവാൻ കർത്താവ് ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കർത്താവ് ഉപയോഗിക്കും. പക്ഷേ നമ്മെ നടത്തുവാൻ, നമുക്കൊരു നോട്ടീസ് തരുവാൻ, ഒരു പ്രാവശ്യമെങ്കിലും ആ ശുശ്രൂഷയ്ക്ക് കൺവെൻഷന് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ കർത്താവ് എടുത്ത് ഉപയോഗിച്ചവരെ നാം എന്നും ഓർക്കുന്നവരായിരിക്കണം. നമുക്കൊരു നന്ദി എന്നും ദൈവത്തോട് വേണം. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും സ്വർഗത്തിലെ ദാനം മാത്രമാണ് തിരിച്ചറിഞ്ഞാൽ നാം വിനയപ്പെടും. നാം ആരും ഒരിക്കലും ഇങ്ങനെ ആയിരിക്കേണ്ടുന്നവരായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനന്തകൃപ, ഞാൻ എന്നും പറയാറുണ്ടല്ലോ, എൻ്റെ 22-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ നായർ കുടുംബത്തിൽ ജനിച്ച എൻ്റെ ഈ രക്തഘടനയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തമാണെന്ന് കടന്നു വന്നത്. ആ ഒരു തുള്ളി രക്തം പരിശുദ്ധൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ തങ്ക തിരുരക്തം, വിശുദ്ധി മാത്രമുള്ളതായ തിരുരക്തം, പാപങ്ങളെ കഴുകുന്നതായ തിരുരക്തം, തലമുറകളായുള്ള ശാപങ്ങളെ മുറിച്ചു മാറ്റുന്നതായ തിരുരക്തം, പൈതൃകങ്ങളായ അനേകം പ്രാകൃത സ്വഭാവങ്ങളെ അതിൽ നിന്ന് നമ്മെ മാറ്റി നല്ല വിശുദ്ധിയുള്ള സ്വഭാവത്തിലേക്ക് നമ്മെ നടത്തുന്നതായ യേശുക്രിസ്തു തിരുരക്തം, തലമുറകളായി നമ്മെ അടിച്ചമർത്തുന്നതായ അനേകം പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതായ തിരുരക്തം, കുഞ്ഞാടിൻ്റെ തിരുരക്തം എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അതിലെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമോ, നമ്മെ അടിച്ചമർത്തി ഞെരിക്കുന്ന, നമ്മുടെ കഴുത്തിൽ ചങ്ങലയിട്ടിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ആ പൈശാചികന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതായ കുഞ്ഞാടിൻ്റെ തിരുരക്തം മാത്രം പോരാ, ഏറ്റവും ഒടുവിലായി നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മണവാട്ടിക്കുള്ള കല്യാണ വസ്ത്രം അണിയിക്കുന്നതായ യേശുവിൻ്റെ രക്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തം ഒരു മനുഷ്യനെ വന്ന് തൊടുന്നതാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അത് ഒരു ദിവസം കിട്ടി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ 22-ാമത്തെ വയസ്സിൽ കിട്ടി. ഇന്ന് 32 കൊല്ലം കഴിഞ്ഞു. ഞാൻ സൂക്ഷിക്കേണ്ടത് എന്താണ്? കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും അവസാന നിമിഷം വരെയും ഞാനത് കാത്ത് പരിപാലിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ ഞാൻ ആത്മീയ ജീവിതത്തിലെ ഒരു സ്മാരകം പോലെയാകും. കഴിഞ്ഞ അവസരത്തിൽ നാം ചിന്തിച്ചു ആത്മീയ ജീവിതത്തിലെ സ്മാരകങ്ങൾ. പ്രിയപ്പെട്ടവരെ, നാം അമേരിക്കയിലെ മ്യൂസിയത്തിൽ ചെന്നാൽ എബ്രഹാം ലിങ്കന്റെ ഒരു പ്രതിമ കാണാൻ സാധിക്കും. ജോൺ എഫ് കെന്നഡിയുടെ ഒരു പ്രതിമ കാണാൻ സാധിക്കും. പല രാജ്യങ്ങളിലും നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണാൻ സാധിക്കും. ഇവരെയെല്ലാം ആരാണ് വധിച്ചത്, ഏത് കൊല്ലമാണ് അവരെ വധിച്ചത് എന്നെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം സ്മാരകങ്ങളാണ്. അതുപോലെയുണ്ട് ആത്മീയ ജീവിതത്തിലെ സ്മാരകങ്ങൾ, ജ്ഞാപക സ്തംഭങ്ങളെന്ന് തിരുവചനം പറയും. റാഹേൽ മരിച്ചപ്പോൾ യാക്കോബ് അവിടെ ഒരു കൽത്തൂൺ നാട്ടി, ഒരു തൂൺ അവിടെ നാട്ടി. അബ്ശാലോ മരിച്ചപ്പോൾ അവിടെ ഒരു തൂണ് നാട്ടി. ഇന്ന് നാം ചിന്തിക്കുന്നത് മിരിയാമിനെ കുറിച്ചാണ്. മിരിയാം ആത്മീക ജീവിതത്തിലെ ഒരു പാഠമാണ്. മിരിയാം പ്രവാചക ശ്രേഷ്ഠനായ മോശയുടെ മൂത്ത പെങ്ങളായിരുന്നു. മോശയേക്കാൾ 3 വയസ്സ് മൂത്തതാണ് അഹരോൻ. അഹരോനേക്കാളും 3 വയസ്സ് മൂത്തതാണ് മിരിയാം. മിരിയാം ഏക സഹോദരിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മിരിയാമിന് ഏകദേശം 85-90 വയസ്സ് പ്രായമായി. ആ കാലം വരെയും മിരിയാം അനുഗ്രഹീതമായ മോശയുടെ നേതൃത്വത്തിൽ മോശയ്ക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ മോശയിൽ നിൽക്കുന്നതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടു. എന്നും ഒരു കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന ദൈവമക്കളായിരിക്കണം നാം ഓരോരുത്തരും. നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും കീഴ്പ്പെട്ട് നിൽക്കുക. കാരണം അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. യേശുക്രിസ്തുവിൻ്റെ ബലമുള്ള കൈക്കീഴ് നാം എന്നും താണിരിക്കാൻ പഠിക്കുക. അതൊരു അനുഗ്രഹീതമായ അനുഭവമാണ്. ഞാനത് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു. പ്രിയപ്പെട്ടവരെ,
മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഷൂസിൻ്റെ അടിയിൽ 2 സ്പ്രിങ് വയ്ക്കുന്നത് പോലെയാണ്. അവൻ എന്നും തുള്ളിച്ചാടാനാണ് ആഗ്രഹം, ഉയർന്നു പൊങ്ങാനാണ് ആഗ്രഹം. അതിന് കാരണമുണ്ട്. അടങ്ങി ഒതുങ്ങി ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ തേജസ്സിലും നിന്നതായ ലൂസിഫർ ദൈവത്തേക്കാൾ ഉന്നതനാകാൻ ആഗ്രഹിച്ചു. അവൻ അങ്ങ് നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്ന് താഴേക്ക് വീണു. ആ ലൂസിഫർ, പിശാച്, മനുഷ്യനെ വഞ്ചിച്ചു. അതുകൊണ്ട് ഗർഭത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന ഏതു കുഞ്ഞും പാപത്തിൽ ജനിക്കുന്നു, അവനിൽ പാപമുണ്ട്. ആ ഇഗോ, ഞാൻ എന്ന ഭാവം, എനിക്ക് ഉയരണം, ഞാൻ കേമനാകണം എന്ന ഒരു ഭാവം എല്ലാവരിലുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് കർത്താവേ, എല്ലാം ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്നും പറയാറുണ്ട്. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരുങ്ങിയിട്ടൊന്നും ആയിരിക്കില്ല, ഒരുങ്ങുന്നില്ല എന്നല്ല, നോട്ട് കുറിക്കുന്നില്ല എന്നല്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കൂട്ടായ്മയിൽ വരുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, മറ്റ് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വിചാരിക്കാത്ത രീതിയിൽ ദൈവം ദാനമായി തരുന്നു. ഇതനുഭവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? താണിരിക്കണം. ഈ മിരിയാം 85 വയസ്സ് വരെയും താണിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവളുടെ ഉള്ളിൽ വലിയൊരു ചിന്ത വന്നു. അതോടുകൂടി മിരിയാം ആത്മീയമായി താഴെ വീണു. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, എൻ്റെ കർത്താവേ, എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, അവര് വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം, വീരകുമാൻകളിൽ വീണവരിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. നാം നോക്കുമ്പോൾ മിരിയാം ആരായിരുന്നു? മിരിയാം അനുഗ്രഹീതയായ ഒരു ദൈവഭക്തയായിരുന്നു. മിരിയാം അന്ന് മോശയെ നീല നദിയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, മോശയെ രക്ഷിക്കുവാൻ ദൈവം കണ്ട മോശയുടെ പെങ്ങളായിരുന്നു. നാം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടട്ടെ. മിരിയാം മോശയുടെ മൂത്ത പെങ്ങളായിരുന്നു. ഈ പെങ്ങളാണ് അന്ന് മോശയുടെ അമ്മ ഈ കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടിയിലാക്കി നീലനദിയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ ഈ മിരിയാം ആ പുഴയുടെ തീരത്തൂടെ ഇങ്ങനെ നടന്നു. എന്താണ് സംഭവിക്കുന്നത് കാണാൻ വേണ്ടി. നിത്യനായ ദൈവം ആ സമയത്ത് ഫറവോന്റെ അവൾ അവിടെ കുളിക്കാൻ വന്നു. അവൾ ആ ഞാങ്ങണപ്പെട്ടി കണ്ടു, ആ തീരത്തേക്ക് അടുപ്പിച്ചു. അപ്പോൾ കണ്ടു നല്ല ഓമനത്തമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ട് രാജകുമാരി എടുക്കുമ്പോൾ മിരിയാം ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇതിന് പാല് കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരട്ടെ. 6 വയസ്സേ ഉള്ളൂ എങ്കിലും എന്തൊരു വിവേകം പ്രിയപ്പെട്ടവരെ, വിവേകം, നിന്റെ വിവേകം സ്തുത്യം എന്ന് അബീഗയിലിനോട് പണ്ട് ദാവീദ് പറയുന്നുണ്ട്. പ്രിയരെ, പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്ക് വിവേകമതികളാകൂ. പ്രിയ സഹോദരന്മാരെ, നമുക്ക് വിവേകമുള്ളവരാകാം. ആത്മീയമായൊരു വിവേകം. അതുമായി പറഞ്ഞു, നീ വിളിച്ചു കൊണ്ടുവരിക. അവൾ പോയി സ്വന്തം അമ്മയെ തന്നെ വിളിച്ചു കൊണ്ടുവന്നു. എന്തൊരു അത്ഭുതമാണ് ദൈവത്തിൻ്റെ വഴികൾ. ദൈവം നമ്മെ നടത്തിയ വഴികൾ നാം പിറകോട്ട് നോക്കിയാൽ, എൻ്റെ കർത്താവേ, ഉന്നതരായ ഇൻകം ടാക്സ് ഓഫീസർമാരുടെ, അനേക ഉദ്യോഗസ്ഥന്മാരുടെ, അനേകം ജഡ്ജിമാരുടെ എല്ലാം മനസ്സ് മാറ്റിമറിച്ച ഒരു ജീവനുള്ള ദൈവമുണ്ട് ഇല്ലേ? നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയിൽ നാം എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു. മരിച്ചവർ ജീവിച്ചു, ക്യാൻസറുകൾ മാറി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ വഴിയാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. മിരിയാം ആ കാര്യം ചെയ്തു. പക്ഷേ പിന്നീട് മുന്നോട്ട് പോയി ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടക്കുമ്പോൾ വീണ്ടും അവിടെ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് തപ്പെടുത്ത് കൊട്ടുന്നത് മിരിയാമാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ മിരിയാമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ തപ്പെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു. മോശ അനുഗ്രഹീതനായ പ്രവാചക ശ്രേഷ്ഠനായി മാറി. മിരിയാമുണ്ട്, അഹരോനുണ്ട്. അഹരോൻ സംസാരിക്കും, അഹരോൻ പുരോഹിതനാണ്. ആ കാലത്താണ് നാം സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു.
മോശെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. മിരിയാമും അഹരോനും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇത് മിരിയാമിൻ്റെ ഉള്ളിൽ രൂഢമൂലമായി കിടന്നതായ മത്സരത്തിൻ്റെ ചിന്ത പയ്യെ പയ്യെ പുറത്തേക്ക് വരികയാണ്. മിരിയാം പലപ്പോഴും ചെന്ന് അഹരോനോട് പറയും, നാം ഇങ്ങനെ, നമ്മളെ ഇളയവനല്ലേ ഈ മോശ, പണ്ട് വിക്കനായിരുന്നു, ശരിയാണ്, ചില അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നാം ഇങ്ങനെ അവന് കീഴ്പ്പെട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇത് മോശ പറയുന്നു, എല്ലാവരും ഓച്ചാനിച്ച് നിൽക്കുന്നു, എല്ലാവരും അനുസരിക്കുന്നു. നമുക്കുമില്ലേ ഒരു വ്യക്തിത്വം, നമുക്കുമില്ലേ ഒരു ആളത്വം, മാത്രമല്ല ദൈവം നമ്മിലൂടെ സംസാരിച്ചിട്ടില്ലേ, ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ ഉപയോഗിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, അഹരോൻ ആദ്യമെല്ലാം പറഞ്ഞു കാണും, അയ്യോ അങ്ങനെ നാം പറയേണ്ട കാര്യമില്ല, കാരണം മോശയെയാണ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. പക്ഷെ മിരിയാമിൻ്റെ ഉള്ളിൽ ഈ ചിന്തകൾ ഇങ്ങനെ പയ്യെ പയ്യെ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. ചിന്തകന്മാർ പറയുന്നത് പോലെ സോ എ തോട്ട് റീപ്പ് ആൻഡ് ആക്ഷൻ. പ്രിയപ്പെട്ടവരെ, ഒരു ചിന്ത വിതച്ചു തുടങ്ങൂ. ആ ചിന്ത ഒരു വിത്ത് പോലെയാണ്. അതുള്ളിൽ പയ്യെ വീണ് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ നുള്ളിയെടുത്ത് ദൈവവചനം കേൾക്കുമ്പോൾ എടുത്ത് പറക്കി കളഞ്ഞില്ലെങ്കിൽ അത് കാലങ്ങൾ കഴിയുമ്പോൾ അത് പയ്യെ മുളയ്ക്കും. ഒരു വലിയൊരു നമ്മുടെ ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭിത്തിയുടെ താഴെ നിന്ന് ചെറിയൊരു ആൽമരം മുളയ്ക്കുന്നത് പോലെ ആ ആൽമരം ആ തൈ ആയിരിക്കുമ്പോൾ പറിച്ചു കളയാൻ എളുപ്പമുണ്ട്. അതിൻ്റെ താഴെ വല്ല മണ്ണെണ്ണയെല്ലാം ഒഴിച്ച് വേര് കത്തിച്ച് കളയാൻ എളുപ്പമുണ്ട്. പക്ഷെ സാരമില്ല, കുറെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് വളർന്ന് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭിത്തി പൊട്ടിച്ച് വീട് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും. സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം മുളച്ച് വരുന്നുണ്ടെങ്കിൽ നാം അതിനെ പിടിച്ചു നിർത്തിക്കൊള്ളണം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. 1 ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അവയാൽ ഞങ്ങൾ സങ്കല്പമാണ്, യാഥാർത്ഥ്യമല്ല, ചുമ്മാ തോന്നലാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതുവിധ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ചുമ്മാ സങ്കല്പിക്കുകയാണ്. ഇപ്പൊ ദൈവമക്കൾക്ക് എന്നോട് പണ്ടേ പോലുള്ള സ്നേഹമൊന്നുമില്ല, ഇപ്പോൾ കൂട്ടായ്മയിൽ വരുന്നവരാണ് വലിയ കാര്യം. എന്നെ ഒന്ന് സാക്ഷ്യം പറയാൻ വിളിച്ചിട്ട് എത്ര കാലമായി, ഇപ്പോൾ വരുന്ന ചിലരെ കൂടെ സാക്ഷ്യം പറയിപ്പിക്കുന്നു, പാട്ട് പാടിപ്പിക്കുന്നു. എന്നെ ആർക്കൊരു സ്നേഹമില്ല, ചുമ്മാ സങ്കല്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സങ്കല്പങ്ങൾ. ഇന്ന കാര്യം ഇങ്ങനെയായിരിക്കുമെന്ന് ഭാവനയിൽ നിന്ന് കഥകൾ മെനഞ്ഞുണ്ടാക്കുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അത് പറഞ്ഞു നടക്കുന്നു. എല്ലാം തെറ്റാണ്. അതിനാണ് ദൈവവചനം പറയുന്നത് വാവിഷ്ടാണമെന്ന്. ഒരു കാര്യം നമ്മൾ കണ്ടാൽ നേരെ കണ്ടതാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കാം, പക്ഷേ നാം അത് പറഞ്ഞു നടക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറ്റം പറയാനും കുറ്റം കേൾക്കാനും നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഹൃദയം നമുക്ക് പ്രാപിച്ചെടുത്തേ പറ്റൂ. ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന, ഇവിടെ മോശയ്ക്ക് വിരോധമായി പൊങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മോശയിൽ നിൽക്കുന്നത് എങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മോശയെ നടത്തുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കൂട്ടായ്മ നടത്തുന്നതെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ വഴികൾക്ക് വരുന്നതായ ചിന്തകൾ ദൈവത്തിന് വിരോധമാണ്. സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാം അത് നാം എന്ത് ചെയ്യുന്നു? ഇടിച്ചു കളഞ്ഞ് അങ്ങ് നിരപ്പാക്കി, അത് പിടിച്ചു നിർത്തിക്കൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നാം അത് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ വലിയ തകർച്ച നേരിടേണ്ടി വരും. മിരിയാമിനത് ചെയ്യാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക, റിമെമ്പർ. അത് ദൈവവചനത്തിൽ ധാരാളം കാണാൻ സാധിക്കും. ഓർത്തുകൊള്ളുക. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ മിരിയാമിനോട് നിന്റെ ദൈവമായ യഹോവ ചെയ്തത് ഓർത്തുകൊള്ളുക. പുതിയ നിയമകാലത്ത് എൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ലോത്തിന്റെ കൂടെ നടന്നു, പക്ഷേ ഹൃദയം മുഴുവൻ വിട്ടതിലേക്കായിരുന്നു, വെറുത്തതിലേക്കായിരുന്നു. സോദോം ഗോമോറയിൽ പുറപ്പെട്ടു, പക്ഷേ ഉള്ളം മുഴുവൻ അവിടെയായിരുന്നു.
ചോദിക്കട്ടെ, കൂട്ടായ്മയിൽ വരുന്നതുകൊണ്ടും മാത്രം മദ്യപിക്കാത്ത ആളുകളുണ്ട്, സിനിമ കാണാത്ത ആളുകളുണ്ട്, കടിച്ചു പിടിച്ച് യൂട്യൂബ് നോക്കാതിരിക്കുന്ന ആളുകളുണ്ട്. പുറമേയുള്ള പ്രവൃത്തിയല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു? ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയം സോദോം ഗോമോറയിലായിരുന്നു. അതുകൊണ്ട് ഒരു സമയം വന്നപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ മിരിയാമിനെ ഓർത്തുകൊള്ളുക. മിരിയാം, അവൾ അനുഗ്രഹീതയായ ഒരു ദൈവ പൈതലായിരുന്നു. പക്ഷേ അവളോട് ദൈവം ചെയ്തത് സാരമില്ല. മോശയെ അന്ന് രക്ഷിക്കാൻ ഞാൻ ഉപയോഗിച്ച ആളല്ലേ? ഇല്ല. കർത്താവ് അവിടെ വളരെ ഗൗരവമായി ഇടപെട്ടു. താഴേക്ക് വായിക്കുന്നു, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്തത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മോശയെക്കുറിച്ച് പറയുന്നതായ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളാണ് ഈ കേൾക്കുന്നത്. അതിനു മുമ്പ് കർത്താവ് പറയുന്നുണ്ട്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് സൗമ്യനായ മനുഷ്യൻ. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എനിക്കൊരു സൗമ്യതയുടെ മുഖമുദ്ര തരണമേ എന്ന്, ഒരു സൗമ്യതയുടെ ഭാവം തരണമേ എന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ മുഖം, എൻ്റെ യേശുവേ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളതായിരിക്കണമേ എന്ന്. എൻ്റെ കർത്താവേ, ഈ മുഖത്തിലൊരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെയോ ഒരു എന്താ പറയുന്ന ജഡിക ഭാവങ്ങൾ ഒരിക്കലും വരാതിരിക്കട്ടെ. സൗമ്യത നമ്മുടെ മുഖമുദ്രയായിരിക്കട്ടെ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ മോശയുണ്ടല്ലോ, ഞാൻ പണ്ട് പ്രവാചകന്മാരോട് മറപൊരുളായി സംസാരിച്ചിട്ടുണ്ട്, സ്വപ്നങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ മോശയോട് സംസാരിച്ചത് മറപൊരുളായിട്ടല്ല, മുഖാമുഖമായും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. എന്നിട്ട് അങ്ങനെ ഇരിക്കെ, ഇതെല്ലാമായിരിക്കെ, നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞതെന്ത്? നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി നിങ്ങൾ നാവെടുക്കാൻ തുടങ്ങിയതെന്ത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് കാണുന്നുണ്ട്, അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. പെട്ടെന്ന് അഹരോൻ നോക്കിയപ്പോൾ മിരിയാം ഇങ്ങനെ വെളുത്ത് കുഷ്ഠം പിടിച്ചവളായി നിൽക്കുന്നത് കണ്ടു. അയ്യോ യജമാനെ എന്ന് പറഞ്ഞ് മോശയോട് കരയുകയാണ്. ഇത്രയും സമയം ഇതാരാണ്? വലിയ പ്രവാചകനോ? അറിയാതെ തെറ്റ് പറ്റിപ്പോയി. നാം നമ്മുടെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലെ കാര്യമാണ് ഈ പറയുന്നത്. കൂട്ടായ്മയിൽ ദൈവമക്കൾ തമ്മിൽ എല്ലാം വിവേചിച്ച് വേണം നാം കൂട്ടുകൂടുവാൻ. അവിടെ ഒരാളുടെ കൂട്ടുകൂടിയപ്പോൾ ആ ആളിൽ നിൽക്കുന്നത് മറ്റേയാളുടെ ഹൃദയത്തിലേക്ക് പകർന്നു. അഹരോൻ ഇപ്പോൾ മോശയെ അയ്യോ യജമാനെ എന്ന് വിളിച്ച് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. യജമാനെ വിളിച്ച് കരഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. കാരണം അവൾക്ക് കുഷ്ഠം വരുത്തിയത് മോശയല്ല, പ്രിയപ്പെട്ടവരെ. അത് നിത്യനായ ദൈവം, ജീവനുള്ള ദൈവം, തീക്ഷ്ണതയുള്ള ദൈവം, ഭയങ്കരനായ ദൈവം. പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിച്ചാൽ കർക്കശമായി ഇടപെടുന്ന ദൈവം. ഇത് പഴയ നിയമമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ എന്ത് പറയുന്നു? 1 യോഹന്നാൻ 5:16. ദൈവത്തിന് സ്തോത്രം. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ആരെങ്കിലും സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. മരണത്തിനല്ലാത്ത പാപം ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരാൾ അറിവില്ലായ്മയുടെ കാലത്ത് മദ്യപിച്ചു, അല്ല വേണ്ടാതിനും ചെയ്തു പോയി. ഈ ലോകത്തിൽ നാം പാപം എന്ന് പറയുന്ന അനേകം കാര്യങ്ങൾ ആ ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവേ, ഈ മനുഷ്യൻ അറിവില്ലായ്മയുടെ കാലത്ത് ഇതെല്ലാം ചെയ്തു, അവനോട് ക്ഷമിക്കണമേ എന്ന് പറയാം. എന്നാൽ ഇത് മരണത്തിനുള്ള പാപമാണ്. മരണത്തിലുള്ള പാപം എന്താണ്? കർത്താവ് തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവിനുള്ള നേരെയുള്ള ദൂഷണമോ അത് ഈഹത്തിലും പരത്തിലും ക്ഷമിക്കുകയില്ല. അതാണ് ഇവിടെ വന്നത്. മോശയെ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അവളെ
പാളയത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് അടച്ചിട്ടേക്കുക. 7 ദിവസം അവളവിടെ കിടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നാം സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആ 7 ദിവസം ഇസ്രായേൽ പാളയങ്ങൾ യാത്ര ചെയ്യാതിരുന്നു. കൂട്ടായ്മയിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒരു ദൈവവേദൽ പാപത്തിൽ വീണാൽ പിന്നിൽ വരുന്നവരെല്ലാം അവിടെ നിന്നുപോകും. സൂക്ഷിക്കുക, ഞാൻ സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും കാര്യത്തിൽ അബദ്ധം കാണിച്ചാൽ അനേകർ അവിടെ നിന്നുപോകും. അയ്യോ, നാം പണ്ട് ചിന്തിച്ചിട്ടില്ല എൻ്റെ കർത്താവേ, ഇത്രയും നല്ല കൂട്ടായ്മ, ഇങ്ങനെ മനോഹരമായി പോയ കൂട്ടായ്മയിൽ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ നാം പറയാറില്ലേ? ശരിയാണ് പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. ഓരോ വഴികളും ഓരോ ചലനങ്ങളും സൂക്ഷിക്കണം. 7 ദിവസം അവളെ പാളയത്തിന് പുറത്ത് അടച്ചിടുക. മോശ ആ പാളയത്തിന് പുറത്തുനിന്ന് കരയാൻ തുടങ്ങി. ജനമെല്ലാം കരയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. മോശയുടെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ തിരുവചനത്തിലൊരു വാക്യമുണ്ട്, എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. തൊട്ടുമുകളിൽ പറയുന്നുണ്ട്, അവര് ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ സ്വർഗീയദാനം ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് കൃത്യമായി പറഞ്ഞ ശേഷം അപ്പോസ്തലൻ പറയുകയാണ്, എങ്കിലും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ശുഭമേറിയത് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മോശ ഇരുന്ന് കരയും, എൻ്റെ കർത്താവേ, എൻ്റെ പെങ്ങളെ ഒന്ന് ഓർക്കണമേ. ഞാൻ അന്ന് നീലനദിയിലൂടെ പോകുമ്പോൾ എന്നെ രക്ഷിക്കാൻ നീ എടുത്തുപയോഗിച്ച ആളല്ലേ, തപ്പെടുത്തിയ ആളല്ലേ. എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ മൂത്ത പെങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ പോലെയല്ലേ. കർത്താവേ, ഒന്ന് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മോശ കൂടാരവാദത്തിൽ ഇരിക്കുന്നു. ദൈവം തൻ്റെ പുസ്തകത്തിൽ കാണുന്നു, മിരിയാം ചെയ്ത അനേകം നന്മ പ്രവൃത്തികളുണ്ട്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതുണ്ട്, ശുശ്രൂഷിക്കുന്നതിനാൽ ചെയ്ത അനേകം കാര്യങ്ങളുണ്ട്. എല്ലാം കർത്താവ് അപ്പോൾ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. 7-ാം ദിവസം മിരിയാമിൻ്റെ കുഷ്ഠം മാറി. അവൾ ജനത്തോട് ചേർന്നു. വീണ്ടും ജനം യാത്ര മുന്നോട്ട് തുടർന്നു. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. പ്രിയപ്പെട്ടവരെ, ആത്മീക ജീവിതത്തിൽ ലോത്തിന്റെ ഭാര്യയെ പോലെ പട്ടുപോകേണ്ട ഒരുവളായിരുന്നു മിരിയാം. എന്നാൽ മിരിയാം അവൾ കുഷ്ഠരോഗിണിയായി മാറിയെങ്കിലും വീണ്ടും ദൈവം അവളോട് കരുണ കാണിച്ചു. ഇന്ന് ഈ തിരുവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് കരുണ കാണിക്കാൻ കർത്താവ് ഇതാ അടുത്ത് വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൃപയുടെ കാലത്ത് പരിശുദ്ധാത്മാവിനെതിരായ പാവങ്ങൾ പോലും ക്ഷമിച്ച് കിട്ടുന്ന കാലമാണ് എന്ന് എളിമയോടെ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ. പാപങ്ങൾ ക്ഷമിക്കുന്ന, പാപകുഷ്ഠം മാറ്റിത്തരുന്ന, വന്നതെല്ലാം ക്ഷമിച്ചു തരുന്ന, വന്നതെല്ലാം കഴുകിത്തരുന്ന, കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൽ കഴുകിത്തരുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇപ്പോൾ ഗുണകരമായി വാദിച്ചുകൊണ്ട് നമ്മുടെ അരികിൽ നിൽക്കുന്ന ഈ സമയം, എൻ്റെ യേശുവേ, നീ എനിക്ക് തന്ന കൃപ വൃഥാവാക്കി കളയാതെ ഇനിയുള്ള കാലം ജീവിക്കുവാൻ ഞാനിതാ തീരുമാനിക്കുന്നു. ആത്മീയ ഗോളത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രം പോലെ ജീവിച്ച് കടന്നു പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ആണിപ്പാളുകരം എൻ്റെ തലമേൽ വയ്ക്കണമേ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, നല്ല ദിവസത്തിനായി സ്തോത്രം. എൻ്റെ ദൈവമേ, ആത്മീയ ജീവിതത്തിലെ സൂക്ഷിക്കേണ്ടുന്ന വഴികൾ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത മുഴുവനായി സമർപ്പിക്കുന്ന രോഗികളെ സന്ദർശിക്കണമേ. കടക്കാരനുമേൽ കർത്താവേ, കടത്താൽ ബുദ്ധിമുട്ടുന്നവരുടെ മേൽ അവിടുത്തെ കരം നീട്ടണമേ. രോഗികളെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.